കേരള ഫുഡീസ് ക്ലബിൻ്റെ മറ്റൊരു കുക്കിംഗ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ടുള്ള ഒരു കിഡിലൻ കുറുമക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞങ്ങളുടെ 2 മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങും പിന്നെ ഒരു ക്യാരറ്റും പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള സാധനങ്ങൾ വഴിയെ പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്കിനി കുറുമക്കറി എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് സ്റ്റൗ കത്തിച്ച് ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് 1/2 സ്പൂൺ ജീരകം, നല്ല ജീരകം, ചെറിയ ജീരകം കേട്ടോ ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ പരിപ്പ്, കടലപ്പരിപ്പോ സാമ്പാർ പരിപ്പോ ഏതായാലും കുഴപ്പമില്ല. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്നവരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ 1 പീസ് ഇഞ്ചി, ഒരു 6 പീസ് വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ആ പച്ചമണം ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് ഒരു 3 വറ്റൽമുളക് ഞാൻ 2ആക്കി മുറിച്ചതുണ്ട്, അതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള 2 സവാള ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം വഴറ്റിയെടുക്കാം. ഓയിൽ കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഓയിൽ ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് ചെറിയ ഗോൾഡൻ കളറായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു മീഡിയം വലുപ്പത്തിലുള്ള 2 തക്കാളി എടുത്തിട്ടുണ്ട്, അത് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. തക്കാളി നല്ലോണം വെന്ത് നല്ല പാകത്തിനായി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. തക്കാളി ഇപ്പോൾ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മസാലയൊന്നും ഞാനിതിൽ ഇതുവരെ ചേർത്തിട്ടില്ല, ഉപ്പും ചേർത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഇനി 1/2 ടേബിൾ സ്പൂൺ കായം പൊടി, കായത്തിൻ്റെയൊക്കെ ഒരു നല്ല സ്മെല്ലുണ്ടാവും. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗ്രേവി ഉണ്ടാക്കുന്ന അനുസരിച്ച് നമുക്ക് വെള്ളം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെള്ളം ചേർത്ത് നല്ലോണം കലക്കിയെടുക്കാം. ഞാൻ കടലമാവ് ഇപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് നല്ലോണം കലക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ചേർക്കാം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ട പിടിക്കും. കുറേശ്ശെ നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഇത് ഇളക്കി നമുക്ക് ഉണ്ടോ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഒഴിച്ചു കൊടുത്താൽ അത് പെട്ടെന്ന് കട്ടയാവും. എന്നിട്ട് നല്ലോണം ഇളക്കുക, കട്ടയാവാതിരിക്കാൻ നോക്കണം. കടലമാവ് ഇതിൽ ചേർത്തിട്ട് നല്ലോണം കട്ടയാവാതെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കിത് 5 മിനിറ്റോളം അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ആ കടലമാവിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുള്ളൂ. ഇപ്പോൾ 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിതിലേക്ക് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബ്രേക്ക്ഫാസ്റ്റിനും ചപ്പാത്തിയോ പൂരി, ചപ്പാത്തി, ദോശ ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റായിരിക്കും. അധികം എരിവൊന്നുമില്ല, വേറെ പച്ചമുളകിൻ്റെയും മാത്രം എരിവുള്ളതിൽ. നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇത്തിരി ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഗ്രേവി കുറവുള്ളവർക്ക് ഇതൊന്ന് ഇത്തിരി തിക്കായിട്ട് വരണേ ഇഷ്ടമെന്ന് വെച്ചാൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല.
ഉപ്പും പാകത്തിന് നോക്കണം കേട്ടോ. വേണ്ട, ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു പുളിരസത്തിന് വേണ്ടിയിട്ടാണ്. പുളിരസം അങ്ങനെ ഇഷ്ടമല്ലാത്തവർക്ക് നാരങ്ങ ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ടിത് ഒന്നും കൂടി ഒന്ന് ചെറുതായി തിളച്ചോട്ടെ. തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം, കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നാരങ്ങ നീര് ചേർക്കുമ്പോൾ പുളിരസം കൂടുതലായി വന്നാൽ നമുക്ക് ഇത്തിരി പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ പുളി ബാലൻസ് ചെയ്ത് നിന്നോളും. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കുറുമക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും പൂരിയുടെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പം ഉണ്ടാക്കാം. ഈ പറഞ്ഞ പോലെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ ഏറ്റവും നല്ലൊരു വിഭവം തന്നെയാണിത്. നല്ല രസമാണ് ഈ കുറുമക്കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം. അതുവരെ ഗുഡ് ബൈ.